ചെറുപ്പക്കാരായ കുട്ടികൾക്കെതിരെ, അതായത് നമ്മുടെ പൗരന്മാർക്കെതിരെ വ്യാജ പരാതി കൊടുത്ത് വ്യാജ അസുഖം അഭിനയിച്ച് സ്വന്തം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ആശുപത്രിയിൽ പോയി കിടന്ന് നാടകം നടത്തുന്ന വീണ ജോർജ് മന്ത്രിസ്ഥാനം രാജിവെച്ച് പോകണം, അല്ലെങ്കിൽ അവരെ മന്ത്രിസ്ഥാനത്തു നിന്നും പുറത്താക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഏതാനും KSU പ്രവർത്തകരോട് കരിങ്കൊടി കാണിച്ചു. ആ കരിങ്കൊടി കാണിച്ചവരെ പോലീസ് പൊതിഞ്ഞു, വളയല്ല പൊതിഞ്ഞു. അവർക്ക് ശ്വാസം കിട്ടിയെന്നുള്ള കാര്യം സംശയം. അപ്പോഴാണ് നമ്മുടെ ആരോഗ്യമന്ത്രി ആക്രോശിച്ചുകൊണ്ട്, ഒരു മന്ത്രി, കേരളത്തിൽ എന്തെല്ലാം മന്ത്രിമാരുണ്ട്, എത്ര മന്ത്രിമാരുണ്ടായിട്ടുണ്ട്, ആക്രോശിച്ചുകൊണ്ട് എടുക്കുന്നത്. അത് കഴിഞ്ഞ് അവർ നടന്ന് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോയപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഫോൺ വരുന്നത്. അതിലുള്ള ഏറ്റവും വലിയ ഫലിതം എന്താന്ന് പറഞ്ഞാൽ, മുഖ്യമന്ത്രിയുടെ ഫോൺ അവർ എഴുന്നേറ്റ് നിന്നിട്ടാണ് എടുക്കുന്നത്. നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, വലിയ നേതാക്കന്മാരെ വിളിക്കുമ്പോൾ ആളുകൾ എണീറ്റ് നിന്ന് ഫോൺ എടുക്കുന്നു. അങ്ങനെ ഒരു മന്ത്രി മുഖ്യമന്ത്രിയുടെ ഫോൺ എണീറ്റ് നിന്ന് എടുക്കേണ്ട ആവശ്യമുണ്ട്? അത് രോഗിയായിട്ടിരിക്കുകയാണ് എന്നാണ് വെപ്പ്. എന്തായാലും വേണ്ടില്ല, അതൊരു കപട നാടകമായിരുന്നു. പക്ഷെ ഇതൊരു ചീറ്റിപ്പോയ കപട നാടകമാണ്, പൊളിഞ്ഞ കപട നാടകം. അതിനുശേഷം ഇപ്പൊ ഞാൻ ഉയർത്തുന്ന പ്രധാന പ്രശ്നം ആ കാപട്യത്തെ കുറിച്ചല്ല, അത് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ സോവറിൻ അതല്ലെങ്കിൽ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മന്ത്രി വ്യാജ പരാതി കൊടുത്തിരിക്കുകയാണ്. അതാണ് ഇതിലത്തെ ഈ വിഷയത്തിലെ ലീഗൽ ഇഷ്യൂ. ഒരു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിട്ടുള്ള ഒരു മന്ത്രി, ഞാൻ ഒരിക്കലും ഭീതിയോടോ പ്രീതിയോടോ കൂടി ചെയ്യില്ല, ഞാൻ ആരെയും വെവ്വേറെ കാണില്ല എന്ന് പറഞ്ഞ് ഒരു സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള, സ്വയം ചെയ്തിട്ടുള്ള ഒരു മന്ത്രി വളരെ തെറ്റായ തരത്തിൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യാജ പരാതി ഗവൺമെന്റിന് കൊടുത്തു, അല്ലെങ്കിൽ പോലീസിന് കൊടുത്തു. പോലീസാണെങ്കിൽ ആ വ്യാജ പരാതി FIR ആയിട്ടെടുത്തു. ഇനി അതുപോലെ തന്നെ അവർ മന്ത്രിയായിട്ടുള്ള വകുപ്പ്, ആരോഗ്യവകുപ്പ്, ഇത് വനമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ അല്ല, അവർ തന്നെ ഭരണ നിർവഹണം നടത്തുന്ന ആരോഗ്യ വകുപ്പിൽ അവർ ICUവിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. അതിനു മാത്രമുള്ള ഒരു രോഗവും അവർക്കില്ല എന്നുള്ളത് സാധാരണ ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാരായി പോയവർക്ക് പോലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതെല്ലാം തന്നെ ഒരു വ്യാജ നിർമ്മിതിയാണ്. അവർക്ക് രോഗമുണ്ടെന്ന് വരുത്തി തീർക്കുന്നു, ആക്രമിച്ചുവെന്ന് നുണ പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അവരവിടെ ചെന്ന് അഡ്മിറ്റഡ് ആവുന്നു, ICUവില്. ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കേണ്ടതാണ് കോടതി. അതേപോലെ തന്നെ അവരോട് ഇന്നൊരു പടം പുറത്തു വന്നു, അവർ ചിരിച്ചുകൊണ്ട് ബെഡിൽ കിടന്ന് ICUവില് സെൽഫി എടുത്ത് കളിക്കുന്നു. ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിയുടെ ഫോൺ വരുമ്പോൾ ചാടി എണീക്കുന്നു. അത് കഴിഞ്ഞ് ICUവിൽ അവർ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരവിടെ നിന്ന് സെൽഫി എടുക്കുന്നു, അതിന്റെ പടം പുറത്തു വിടുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത് കേരളത്തില്? അതുകൊണ്ട് മൗലികമായ രണ്ട് കാര്യങ്ങൾ ഞാൻ ഉന്നയിക്കുന്നു. ഒന്ന്, വ്യാജ പരാതി നിർമ്മിക്കുന്നു ഒരു പൗരനെതിരെ. മന്ത്രി പൗരനെതിരായി വ്യാജ പരാതി കൊടുക്കുന്നു. ആ വ്യാജ പരാതി പോലീസ് ഗവൺമെന്റിന് വേണ്ടി അത് ബുക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവരുടെ വകുപ്പിൽ വ്യാജ അസുഖം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ICUവിലേക്ക് പോകുന്നു. ഇതെല്ലാം തന്നെ ഗവൺമെന്റ് മെഷീനറിയെ, അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഭരണകൂടത്തെ ഒരു മന്ത്രി തന്നെ ദുരുപയോഗപ്പെടുത്തുന്നതിന്റെ ഏറ്റവും ഗുരുതരമായ ഉദാഹരണങ്ങളാണ്. ഇതിന് സമാനതകളില്ല കേരളത്തിൽ. എത്രയോ ആക്രമണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. MP രാഘവനെ ഈ കൂത്തുപറമ്പിൽ ആക്രമിക്കാൻ വന്ന സമയത്ത് പോലും അദ്ദേഹം ആക്രമിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹം സമാധാനപരമായിട്ട് നിൽക്കുകയാണ് ചെയ്തത്. ഇനി ഞാനന്ന് ലേബർ ബോർഡ് ചെയർമാനായിരുന്നു, മന്ത്രിയായിരുന്നില്ല. അന്ന് പെരളശ്ശേരിയിൽ വെച്ച് ഏതാണ്ട് 50 ആളുകൾ കൂടിയാണ് എന്നെ അടിച്ചെന്റെ തല ഇപ്പോഴും 2 ലെവലാണ് പൊട്ടല് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ് കണ്ണൂര്. ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ് തല പൊട്ടി. അപ്പൊ അന്ന് പറഞ്ഞ കല്ല് കാറിൽ നിന്ന് എങ്ങനെ വന്നു എന്നാണ് പിണറായി വിജയൻ ചോദിച്ചത്. KV തോമസ് ഇപ്പൊ അദ്ദേഹരുടെ കൂടെയാണ്. അദ്ദേഹത്തെ കരിയോലൊഴിച്ചിട്ട് ഷർട്ട് മാറ്റിയിട്ട് പോണ്ടി വന്നു. അപ്പൊ ഇങ്ങനെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊന്നും ഞാൻ പറയുന്നില്ല, അത്രയും വലിയ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ സംഭവങ്ങളോടൊന്നും ഒരു സമാനതയും ഇല്ലാത്ത തരത്തിൽ ഒരു ചെറിയ കരിങ്കൊടി പ്രകടനത്തെ ഇത്രയും വികൃതമാക്കുക, ആദ്യം ആക്രോശിച്ചുകൊണ്ട് കരിങ്കൊടിക്കാരോട് പാഞ്ഞെടുക്കുക, ഇതൊക്കെ ഇന്ന് വന്നില്ലേ? അവര് കൊടുക്കട്ടെ, അതിന്റെ ഫുൾ വീഡിയോ കൊടുക്കട്ടെ.
തെളിവ് ഇല്ല എന്നത് മാത്രമല്ലല്ലോ, ഇപ്പൊ ഞാൻ പറഞ്ഞ് തുടങ്ങിയത് തന്നെ അതാണ്. അത് ആരോഗ്യമന്ത്രി കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയാണ്. അതായത് ICUയിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് കിടക്കുന്ന ഒരാള് രാവിലെ 4 മണിക്ക് വരണമെങ്കിൽ 3 മണിക്കെങ്കിലും അവിടുന്ന് പുറപ്പെടേണ്ടി വരും. ഇത്രയും ഗുരുതരമായ ആരോഗ്യസ്ഥിതി ഉണ്ട് എന്ന് പറയുന്ന ഒരാള് ഈ ഒരു സമയത്ത് സ്വന്തം വാഹനത്തിലേക്ക് തിരുവനന്തപുരത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ നിയമപരമായിട്ട് വെല്ലുവിളിക്കുന്നത് എന്ന് ഒരു പ്രധാനപ്പെട്ട ശരിക്കും ഒരു ICU ആംബുലൻസിലെ വരാൻ പാടുള്ളൂ അങ്ങനെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് വിമാനമുണ്ട്. അവിടെ നിന്ന് ഡോക്ടേഴ്സ് പോലും പറയുന്നുണ്ട് ഇപ്പോൾ യാത്ര ചെയ്യേണ്ടതില്ല എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. സ്വന്തം ഡോക്ടർമാർക്ക് പോലും കൊടുക്കുന്ന ഒരു വിലയുണ്ടല്ലോ, ആരോഗ്യമന്ത്രി എടുക്കുന്ന നിലപാട്, അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഡോക്ടർമാരാണ് ഇതിലത്തെ ഒന്നാം പ്രതികള്. ഡോക്ടർമാരെന്തിനാണ് ഒരു ICUയിൽ ഒരു അഡ്മിറ്റ് ചെയ്തത്? ഇപ്പൊ അവര് വഷളായി എന്ന് മനസ്സിലായി. കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ പണ്ട് പത്രങ്ങൾ, ദിനപത്രങ്ങളാണ്. ഇപ്പൊ എന്നെയൊക്കെ ആക്രമിച്ചപ്പോ ദിനപത്രങ്ങളുടെ ഫ്രണ്ട് പേജിലാണത് ഫോട്ടോ വന്നത്. ഞാനതിപ്പോ എന്റെ FB-യിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്നത്തെ മാതൃഭൂമി പത്രത്തിൽ വന്ന വാർത്ത. അപ്പൊ വാർത്തകൾ മാത്രമേ ഉള്ളൂ 95-ല്. കഷ്ടിച്ച് ഏഷ്യാനെറ്റ് പോലുള്ള 1-2 ചാനലുകളേ ഉള്ളൂ. ഇന്നിപ്പോ ചാനലുകള് 100 കണക്കിനാണ്. അതേപോലെ തന്നെ എല്ലാവരും പ്രക്ഷേപകരാണ്. കണ്ടു നിൽക്കുന്ന ആൾക്ക് പോലും ഇപ്പോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം. അപ്പൊ ഈ സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും ഈ വിഷയം കൈകാര്യം ചെയ്തതോടുകൂടി മന്ത്രി വഷളായി, ഗവൺമെന്റ് വഷളായി. ഇനി കഴിയുന്നത് വേഗം അവിടുന്ന് രക്ഷപ്പെടുക, എസ്കേപ്പ്. സോഷ്യൽ മീഡിയ ഭാഷയിൽ പറഞ്ഞാൽ എസ്കേപ്പ് ചെയ്യാണ്. അതവരുടെ ചോയ്സാണ് എസ്കേപ്പ് ചെയ്യുന്നത്. എന്തായാലും ഈ കപട നാടകം ഗവൺമെന്റിന് വലിയ നഷ്ടക്കച്ചവടമായി. ഈ നാടകത്തിന് മുഖ്യമന്ത്രിയും കൂട്ടുനിന്നതായിട്ട് മുഖ്യമന്ത്രി കൂട്ടുനിന്നു. മുഖ്യമന്ത്രിയുടെ ഫോണാണ് ഇതിലെ ടേണിംഗ് പോയിന്റ്. അതുവരെ അവരവിടെ ഇരിക്കുകയായിരുന്നു 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ. അപ്പൊ അതില് സ്പീക്കർ ഒരു വാചകം പറയുന്നുണ്ട്. ഞാൻ അതിന്ന് എന്റെ FB-യിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കേൾക്കണം. അവിടെ അഡ്മിറ്റ് ചെയ്യാം, അത് ഞാൻ ചെയ്യിച്ചോളാം. സ്പീക്കറാണോ അഡ്മിറ്റ് ചെയ്യേണ്ടത്? അപ്പൊ 1ാം പ്ലാറ്റ്ഫോമിൽ നിന്നും 3ാം പ്ലാറ്റ്ഫോമിലേക്ക് പോയ മന്ത്രി സ്പീക്കറെ കാണുന്നു. സ്പീക്കർ മന്ത്രിയെ അഡ്മിറ്റ് ചെയ്യാൻ പറയുന്നു. അതിനിടയ്ക്ക് മുഖ്യമന്ത്രിയെ കാണുമ്പോൾ മന്ത്രി നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ചാടി എണീക്കുന്നു. 5 കൊല്ലം മന്ത്രിയായിട്ടിരുന്ന ഒരാളാണ്. മുഖ്യമന്ത്രിയുടെ ഫോൺ വരുമ്പോൾ എന്തിനാ ചാടി എണീക്കുന്നത്? അപ്പൊ അതാണ് അവരൊക്കെ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞ ഒരു തമ്പ്രാൻ ബന്ധമാണ്. ആയിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ, കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം കാപട്യമായിരുന്നുവെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ 10 വർഷത്തെ ഭരണകാലത്തിനിടയിൽ അവരെ നെയിൽ ചെയ്യുന്ന, അവരുടെ പുറത്തടിക്കുന്ന ആണിയാണത്. പരാജയ ഭീതി കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇത്രയും അവർ പരാജയപ്പെടാൻ പോവാന്നുള്ള ഒരു ബോധ്യം അവർക്കുണ്ടെന്ന് എനിക്ക് ഈ സംഭവത്തോട് മനസ്സിലായി. ഈ വിഷയത്തിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ ഇതൊരു ചർച്ചാ വിഷയമായി മാറുന്നത്? തെരഞ്ഞെടുപ്പിലെന്നല്ല, ആളുകളുടെ ചുണ്ടിൽ ഇതൊരു വിഷയമാണല്ലോ. അപ്പൊ നിങ്ങൾ തന്നെ ചെയ്തിട്ട് എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ ഓരോരുത്തരോടും വോക്സ് ചെയ്യാന്ന് പറയുന്നില്ല, ഓരോ ആൾക്കാരോട് ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്ന അഭിപ്രായം തന്നെ. ഇനി സോഷ്യൽ മീഡിയ കമന്റ് ബോക്സുകൾ ചിലപ്പോൾ മോശമായിട്ടും പറയുന്നൊരു ഇടമാണ് കമന്റ് ബോക്സ്. പക്ഷേ ഞാൻ കണ്ട കമന്റ് ബോക്സുകളിൽ 1000-ൽ 1 പോലും മന്ത്രിയെ ന്യായീകരിക്കുന്നില്ല. ന്യായീകരിക്കാനുള്ള ഒരു ക്യാപ്സ്യൂൾ പോലും ഉണ്ടാക്കാൻ ഇതുവരെയായിട്ട് നമ്മുടെ MV ജയരാജൻ പോലും വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. പിന്നെ ആക്രമിക്കാൻ വന്നു, കൊല്ലാൻ വന്നു. എന്താ കേസെന്നറിയൂ? മന്ത്രിയെ വധിക്കാൻ വന്നു എന്നാണ് കേസ്. വധശ്രമത്തിന് കേസെടുക്കുക, കരിങ്കൊടി കാണിച്ചാൽ വധശ്രമത്തിന് കേസെടുക്കുന്ന ഒരു ഗവൺമെന്റ് വളരെ ദയനീയമാണ്. ഇതിലിപ്പോ ഒരു നിയമപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കള്ളക്കേസ് കൊടുത്തു എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ്. അതിനെ എങ്ങനെയെങ്കിലും നേരിടാനുള്ള അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണ്. വ്യാജ പരാതി, മന്ത്രി പൗരനെതിരായി വ്യാജ പരാതി കൊടുത്തു എന്നത് അതിൽ തന്നെ ഒരു കേസാണ്. എങ്ങനെ ഒരു മന്ത്രിക്ക് പൗരനെതിരെ വ്യാജ പരാതി കൊടുക്കാൻ കഴിയും? KSU ആണോ SFI ആണോ എന്നുള്ളതല്ല. അതേപോലെ തന്നെ വ്യാജ രോഗം അഭിനയിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു മന്ത്രിയെ, ആ മന്ത്രിയുടെ ഡിപ്പാർട്ട്മെന്റിൽപ്പെട്ട ഡോക്ടർമാര് എന്തിനാ അവിടെ ICUയിൽ അഡ്മിറ്റ് ചെയ്തു? ICUയിൽ വേറെ രോഗികളെ അഡ്മിറ്റ് ചെയ്യാനുള്ള സ്ഥലമാണല്ലോ, ഗവൺമെന്റ് ഹോസ്പിറ്റലല്ലേ. ICUയിൽ അഡ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഗൗരവമായിട്ടുള്ള നടപടിക്രമമാണ് അല്ലേ? തീർച്ചയായിട്ടും. എന്തെങ്കിലും ECG വേരിയേഷൻ ഉണ്ടെങ്കിൽ ICUയിൽ അഡ്മിറ്റ് ചെയ്യണം.
ഇ സി ജി വേരിയേഷൻ ഉണ്ടായിരുന്നു. ഇ സി ജി വേരിയേഷൻ ഉണ്ടെങ്കിൽ നിശ്ചയമായും പിന്നെ വലിയ നോക്കി നിൽക്കാൻ പാടില്ല, ICUവിൽ അഡ്മിറ്റ് ചെയ്യണം. BP വേരിയേഷൻ ഉണ്ടാവാം. BP വേരിയേഷനുള്ള ഉടനെ തന്നെ ആളുടെ ICUവിൽ അഡ്മിറ്റ് ചെയ്യും. അങ്ങനെയുണ്ട് കേരളത്തിൽ 10,000-കണക്കിന് ICU ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ഒരു മെഡിക്കൽ എൻക്വയറി നടത്തണം. ഇതിൽ ഡോക്ടർമാരുടെ സംഘടന മാത്രമല്ല, അതിലെ ഡോക്ടർമാരുടെ IMA പോലുള്ള ഔദ്യോഗിക സംവിധാനങ്ങളുണ്ട്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, ആ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പോലുള്ള സംവിധാനങ്ങൾ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയണം. കാരണം ഒരു ICUവിലേക്ക് ഒരു മന്ത്രി എന്നല്ല ഒരു രോഗിയെ കൊണ്ടുപോകുമ്പോൾ പ്രോട്ടോകോളില്ല, ഇതെല്ലാം തെറ്റിച്ചിരിക്കുകയാണ്. മന്ത്രിയുടെ ഈ ഒരു പ്രശ്നം വന്നതോടുകൂടെ ഇത്രയും ദിവസം ചർച്ച ചെയ്തിരുന്ന പല ചികിത്സാ പിഴവുകളും വാർത്തകളിൽ നിന്ന് പോലും മാഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതായിരുന്നു ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് അത് നേരെ തിരിച്ചാ. ഞാനിപ്പോ ഈ ജാഥയിൽ പങ്കെടുത്ത് ഇന്ന് വീണ്ടും ജാഥയിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. ഞാനൊരു ദിവസം ഇന്നലെ വൈകുന്നേരം ഇവിടെ എത്തിയുള്ളൂ, ഇന്ന് ഇപ്പൊ പോവാണ്. ഈ ജാഥയിൽ ഇപ്പൊ ഇന്നലെയാണല്ലോ ഇതിന്റെ ഒരു മൂർധന്യമായിരുന്നൊരു ദിവസം. ഇന്നലെ വരിക ആലപ്പുഴയിലും അമ്പലപ്പുഴയിലും ഒക്കെ പ്രസംഗിക്കുമ്പോൾ ഏറ്റവും വലിയ ജനങ്ങൾ പ്രതികരിക്കുന്ന വിഷയം ഈ മന്ത്രിയുടെ വിഷയം തന്നെയാണ്. അതിനെ കമ്പയർ ചെയ്യുന്നത് കൊച്ചിന്റെ കൈമുറിച്ചതായിട്ടാണ്. കത്രിക വയറ്റിൽ വെച്ച് തുന്നിയതാണ്. അപ്പൊ കത്രിക വയറ്റിൽ വെച്ച് തുന്നിയ ആ രോഗിയെ വിളിക്കാൻ മുഖ്യമന്ത്രിക്ക് സമയമില്ല. കൈ മുറിച്ചു കളഞ്ഞിട്ട് എത്രയോ മാസമായി. ആ കുട്ടിയുടെ വീട്ടിൽ ഈ മന്ത്രി പോയില്ല, മുഖ്യമന്ത്രി പോയില്ല. മുഖ്യമന്ത്രി പോണെന്ന് ഞാൻ പറയല്ല, പക്ഷെ പ്രതിപക്ഷ നേതാവ് പോയി. പ്രതിപക്ഷ നേതാവ് ഒരു കൃത്രിമ കൈ ഈ കുട്ടിക്ക് വെച്ചു കൊടുത്തു. ഈ മന്ത്രിയുടെ ഈ നാടകത്തോടു കൂടി ആ വിഷയം കൂടുതൽ ഫ്ലെയർ അപ്പ് ചെയ്തിരിക്കുകയാണ്. ഗവൺമെന്റിനെതിരെ ഞങ്ങൾ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ മറയല്ല ചെയ്തിട്ടുള്ളത്, തെളിയാണ് ചെയ്തിട്ടുള്ളത്. അത് ഇപ്പോഴാണ് ആളുകൾ പറയുന്നത് എന്തൊരു വ്യക്തിയാണ് ഇവര്, ഇങ്ങനെയാണോ? കാപ്പട്യത്തിന്റെ പര്യായ പദമാണോ ഈ വീണ ജോർജ്? അവർക്ക് കൈമുറിഞ്ഞു പോയ അവരുടെ ഡിപ്പാർട്ട്മെന്റ് കൈമുറിച്ച് മാറ്റിയ കുട്ടിയെ അന്വേഷിക്കാൻ സമയമില്ല. അതിന് പ്രതിപക്ഷ നേതാവ് പോയി. അതും പിറ്റേ ദിവസമല്ല പോയത്. പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഒരു ഓഫർ നൽകി തൊട്ടടുത്ത ദിവസം തന്നെ സർക്കാർ പറയുന്നുണ്ടായിരുന്നു സർക്കാർ ഇത് ഏറ്റെടുത്തോളാം. അപ്പോഴാണോ ഏറ്റെടുക്കണ്ടേ? ഒരു പൊതുപ്രവർത്തന നിലയ്ക്ക് ഞാനവിടെ പാലക്കാട് പോയി. പക്ഷെ അന്ന് ആ കുട്ടി കോഴിക്കോട് പോയതുകൊണ്ടാണ് എനിക്ക് അന്ന് അവരെ കാണാൻ കഴിയാത്. ഞങ്ങളുടെയൊക്കെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചൊരു സംഭവമല്ലേ. അതുകൊണ്ട് ഈ നിങ്ങൾ പറയുന്ന പോലെ അല്ല, ഗവൺമെന്റിനെതിരെ ഞങ്ങൾ കൊണ്ടുവന്ന ഈ ജാഥയിൽ ഉടനീളം കൊണ്ടുവന്ന, അതിനു മുമ്പ് കൊണ്ടുവന്ന വിഷയങ്ങൾ കൂടുതൽ തെളിമയോടുകൂടി ഈ കപടനാടകത്തിന്റെ പശ്ചാത്തലത്തിൽ വന്നിരിക്കുക. ചെറുപ്പക്കാരായ കുട്ടികൾക്കെതിരെ, അതായത് നമ്മുടെ പൗരന്മാർക്കെതിരെ വ്യാജ പരാതി കൊടുത്ത് വ്യാജ അസുഖം അഭിനയിച്ച് സ്വന്തം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ആശുപത്രിയിൽ പോയി കിടന്ന് നാടകം നടത്തുന്ന വീണ ജോർജ് മന്ത്രിസ്ഥാനം രാജിവെച്ച് പോകണം, അല്ലെങ്കിൽ അവരെ മന്ത്രിസ്ഥാനത്തു നിന്നും പുറത്താക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്.